നമ്മുടെ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് നമുക്ക് ഒരുപാട് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. കണ്ണ് എളുപ്പത്തിൽ വരയ്ക്കാനുള്ള വീഡിയോസ്, ചുണ്ട് വരയ്ക്കാനുള്ള വീഡിയോസ്, ഫേസ് വരയ്ക്കാനുള്ള വീഡിയോസ്, ഷെയ്ഡിങ് ടെക്നിക്കുകൾ, ഹെയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരയ്ക്കുന്ന വീഡിയോസ്, ഇതൊക്കെ ഒരുപാട് പേരാണ് കണ്ടത്. കമൻറ്റ് വഴി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. പക്ഷേ ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോയ്ക്ക് ചിലപ്പോൾ അത്രയും വ്യൂസ് കിട്ടിയെന്ന് വരില്ല, അത്രയും കമൻറ്റ്സ് കിട്ടിയെന്ന് വരില്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം അത്രയും കൂടിയെന്ന് വരില്ല. ബട്ട് സ്റ്റിൽ ആർട്ട് ആത്മാർത്ഥമായിട്ട് പഠിച്ച് നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കണം എന്നാഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്ക് ചെയ്തേ പറ്റൂ. നിങ്ങളുടെ ജീവിതത്തിൽ ആർട്ട് സീരിയസ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് ചിത്രം വരയ്ക്കണം, പെയിൻറ്റ് ചെയ്യണം, ഡ്രോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം പ്രാക്ടീസാണ്. ഈ പ്രാക്ടീസ് എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് അധികം യൂട്യൂബേഴ്സ് ആരും ഞാൻ വീഡിയോ ചെയ്ത് കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ സ്റ്റെപ്പുകൾ, അതുപോലെ ടെക്നിക്കുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഷോർട്ട് കട്ട് മെത്തേഡ്സിനൊക്കെ ഒരുപാട് വ്യൂസ് കിട്ടും. പക്ഷേ പ്രാക്ടീസ് എന്നൊരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യത്തിന് വ്യൂസ് കിട്ടില്ല, അല്ലെങ്കിൽ വ്യൂസ് കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും മിക്ക യൂട്യൂബേഴ്സും ഇതൊന്നും ചെയ്യാത്തത്. പക്ഷേ പ്രാക്ടീസിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് ചെറിയ ചെറിയ എലമെൻറ്റ്സ് ഉണ്ട്. ആ എലമെൻറ്റ്സൊക്കെ കൂട്ടിച്ചേർത്തലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വാട്സപ്പിലൊക്കെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എത്ര നോക്കിയിട്ടും വരയ്ക്കുന്നത് ശരിയാവില്ല, എത്ര ടിപ്പുകൾ നോക്കി, എത്ര ടെക്നിക്കുകൾ നോക്കി പഠിച്ചിട്ടൊന്നും വരയ്ക്കുന്ന ചിത്രം ഞങ്ങൾ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കറക്റ്റ് ആവുന്നില്ല, എന്തൊക്കെ മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്ന കാര്യമാണ്, ഒരുപാട് ചിത്രങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയാസിൻ്റെ യുഗത്തിലാണല്ലോ ജീവിക്കണം. ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിത്രം വരയ്ക്കാനിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനുള്ളതാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ അത്രയും ടെൻഷൻ എടുത്തിട്ടാണ് ഒരു ചിത്രം വരയ്ക്കുന്നത്. അപ്പോൾ അത് നമുക്ക് തെറ്റിപ്പോകുന്നുള്ളൊരു പേടി കൊണ്ട് തന്നെ നമ്മൾ പല ഭാഗങ്ങളും വരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശ്രദ്ധക്കുറവ് മൂലം, അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടീസിൻ്റെ കുറവ് മൂലം ആ ചിത്രം അത്ര നല്ല രീതിയിൽ പൂർത്തിയാക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും. ഞാനെൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയതാണ്. ഒരു 4ാം ക്ലാസ് മുതലൊക്കെ പെയിൻറ്റ് ചെയ്ത് തുടങ്ങിയിരുന്നു. അപ്പോഴൊന്നും ഞാൻ ഒരിക്കലും ഇതുപോലെ തെറ്റ് പറ്റും, അല്ലെങ്കിൽ ഞാൻ വരയ്ക്കുന്ന ചിത്രം വേറൊരാൾ കണ്ടാൽ അവർ എന്ത് വിചാരിക്കും എന്നൊന്നും ഒരിക്കലും കരുതിയിട്ടില്ല. അപ്പോൾ പ്രാക്ടീസിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ വരച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് തെറ്റ് പറ്റിയ ഒരു സീനില്ല, നിങ്ങളുടെ ചിത്രം വേറെ ആൾ കാണുന്നുള്ളൊരു പേടി വേണ്ട. അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റിൽ വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനും നമ്മുടെ ശരീരമൊക്കെ ഈ ആർട്ട് എന്നുള്ള പ്രോസസ്സിനോട് വളരെ അടുത്ത് ആയിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഒരുപാട് പ്രാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സംഗീതം പഠിക്കുമ്പോൾ സരിഗമപധനിസ പഠിക്കില്ല, അതുപോലെ തന്നെ സാധകം ചെയ്യില്ലേ, ആ ഒരു പ്രോസസ്സായിട്ട് ഈ ഒരു ആർട്ടിനെ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. അപ്പോൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്ഥിരം വരച്ച് നോക്കാനായിട്ട് ചില സിമ്പിൾ സാധനങ്ങൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാനിവിടെ പ്രാക്ടീസ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഒരു ചിത്രം വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഒരു ചിത്രം പലതവണ വരച്ച് പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ ചില പാറ്റേൺസ്, അതുപോലെയുള്ള ചില ഡിസൈൻസൊക്കെ ഒരുപാട് തവണ നമുക്ക് വരച്ച് പ്രാക്ടീസ് ചെയ്യാം. ഇത് നമ്മൾ കൈയും നമ്മുടെ മനസ്സും നമ്മളുടെ കോർഡിനേഷൻ കൂട്ടുക, നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുക, ഇതൊക്കെയാണ് ഈ പ്രാക്ടീസ് മെത്തേഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ടൈമിലൊക്കെ ഇരുന്ന് വരയ്ക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ ഓഫീസ് ജോബിൻ്റെ ഇടയ്ക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫ്രീ മൈൻഡായിട്ട് ഇടയ്ക്ക് ബ്രേക്ക് ടൈമിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ചില പാറ്റേൺസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഈ പാറ്റേൺസൊക്കെ നിങ്ങളുടെ കൈയുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനായിട്ട് വളരെയധികം ഉപകരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ പാറ്റേൺ എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. നമുക്ക് താഴേക്ക് വരയ്ക്കാം ഫസ്റ്റ്, പിന്നെ മുകളിലേക്ക് വരയ്ക്കാം. അപ്പോൾ മാക്സിമം സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആക്കാൻ നോക്കുക. പിന്നെ നമുക്ക് റൈറ്റിലോട്ട് വരയ്ക്കാം, ലെഫ്റ്റിലോട്ട് വരയ്ക്കാം. പിന്നെ നമുക്ക് ചെരിച്ച് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരയ്ക്കാം. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ച് നിങ്ങളൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാം. അത് ഒരുപാട് സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ഡിസൈൻസ് ആയിട്ട് നിങ്ങൾക്കത് തോന്നും. അങ്ങനെയാണെങ്കിൽ അത് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനായിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ കഴിഞ്ഞു. ഇനിയുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് സർക്കിളാണ്. സർക്കിൾ വരയ്ക്കാം. സർക്കിൾ നമുക്ക് പല ഷേപ്പിൽ വരച്ച് പ്രാക്ടീസ് ചെയ്യാം.
പല സൈസിൽ വരച്ച് പ്രാക്ടീസ് ചെയ്യാം. തിരിച്ച് റിവേഴ്സ് വരയ്ക്കാം. ചിലർ ക്ലോക്ക് വൈസ് ആയിരിക്കും സർക്കിൾ വരയ്ക്കുന്നത്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കുറച്ച് സർക്കിൾ റിവേഴ്സ് ആൻറ്റി ക്ലോക്ക് വൈസ് വരയ്ക്കാം. സൈസ് മാറ്റി മാറ്റി വരയ്ക്കാം. ഓക്കെ, പിന്നെ ഉള്ളത് സിക്സാഗ് ലൈൻസാണ്. തിരിച്ച് റിവേഴ്സ് വരയ്ക്കാം. ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കാം. തിരിച്ച് വരയ്ക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടി നല്ല പാറ്റേൺസ് ചെയ്ത് നോക്കാം. ഇനി ഞാൻ വരയ്ക്കാനുള്ള ഒരു പാറ്റേൺ ഇങ്ങനെയാണ്. ഞാനൊരു നോട്ട്ബുക്കിൻ്റെ ബാക്കിലൊക്കെ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ കൈയൊന്ന് ഫ്ലെക്സിബിൾ ആക്കാനായിട്ട് ഈ ഒരു പാറ്റേൺ വരയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇതിൻ്റെ ബെനിഫിറ്റ് അറിയാൻ പറ്റില്ല. നിങ്ങളിത് കുറേ നാൾ, ചിലപ്പോൾ വർഷങ്ങളൊക്കെ ഒരുവിധം നിങ്ങളുടെ ഹാബിറ്റാക്കി മാറ്റി കഴിയുമ്പോൾ നിങ്ങൾ ഡ്രോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൈയൊക്കെ ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈൻസൊക്കെ നല്ല സ്മൂത്തായിട്ട് വരും. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസിക് ഐഡിയ എന്ന് വെച്ചാൽ ചിലർ എന്തെങ്കിലും വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നതാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിലും അവരൊരു ലൈൻ വരയ്ക്കാൻ പറയുമ്പോൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡ് നമ്മുടെ പടത്തിൻ്റെ ഭംഗി കളയും. അതിന് വരെ നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാനായിട്ട് കോൺഫിഡൻസ് വേണം. അതുപോലെ നമ്മുടെ കൈയുടെ ഫ്ലെക്സിബിലിറ്റി അത്രയും നന്നായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലെക്സിബിലിറ്റി കൂട്ടാനുള്ള മെത്തേഡ്സാണ് ഈ പാറ്റേൺസൊക്കെ. നമുക്ക് കുറച്ചുകൂടി പാറ്റേൺസ് ഒന്ന് പരിചയപ്പെടാം. അടുത്ത പാറ്റേൺ സർക്കുലറായിട്ടുള്ള സ്പൈറൽസ് ആണ്. ഇത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഒക്കെ നിങ്ങൾക്ക് വരയ്ക്കാം. ഇഷ്ടമുള്ള സൈസിൽ വരയ്ക്കാം. പക്ഷേ മാക്സിമം സർക്കുലർ ആക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ കൈ അത്രയും നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആവും. അതായത് മാക്സിമം കവർ ചെയ്യാൻ നോക്കുക. എത്രയും ബിഗ് സർക്കിൾ വരയ്ക്കാൻ പറ്റുമോ അത്രയും ബിഗ് സർക്കിളിലേക്ക് അത് കൊണ്ടുവരിക. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഞാൻ ഇത് വരയ്ക്കുമ്പോൾ ആദ്യം എൻ്റെ ഫിംഗേഴ്സാണ് മൂവ് ചെയ്യുന്നത്. ഈ സർക്കിൾ ബിഗ് ആവും തോറും എൻ്റെ കൈ ടോട്ടലി മൂവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാക്ടീസ് മെത്തേഡ്സ് നിങ്ങളുടെ ശരീരം എങ്ങനെ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്നു അതിൻ്റെ മാക്സിമത്തിൻ്റെ ഒരു ലിമിറ്റിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് സ്ക്വയർ വരയ്ക്കാം. സ്ക്വയർ ഒരു പാറ്റേൺ പോലെ ആദ്യം കുറച്ച് ഏകദേശം സെയിം സൈസിലുള്ള സ്ക്വയേഴ്സ് വരയ്ക്കാം. പിന്നീട് കുറച്ച് വലിയ സ്ക്വയേഴ്സ് വരയ്ക്കാം. റെക്റ്റാങ്കിൾസ് വരയ്ക്കാം. ഇതെല്ലാം ഒരു പാറ്റേണായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. അതുപോലെ തന്നെ നമുക്ക് ട്രയാങ്കിൾ വെച്ചിട്ടും ഈ ഒരു പാറ്റേൺ ഉണ്ടാക്കാം. അപ്പോൾ പതിയെ നമുക്ക് കോംപ്ലക്സ് പാറ്റേണൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനും അതിനനുസരിച്ചിട്ട് ഡെവലപ്പായി വരും. കാരണം ഒരു സാധാരണ ചിത്രം വരയ്ക്കണ പോലെയല്ല, ഇവിടെ പാറ്റേൺസ് വരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇടയിലുള്ള ഗ്യാപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ പതുക്കെ നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ കൊണ്ടുവരുന്ന ഒരു ഹാബിറ്റാക്കി ഇത് മാറ്റിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡ്രോയിങ്സൊക്കെ ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു ഡ്രോയിങ് ചെയ്യുമ്പോൾ എല്ലാ ഒബ്സർവേഷനും നമ്മൾ കോൺഷ്യസ്ലി ചെയ്യുന്ന കാര്യമല്ല. നമ്മുടെ ബോധ മനസ്സ് അറിയാതെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു പ്രാക്ടീസ് മെത്തേഡൊക്കെ വരച്ച് പ്രാക്ടീസ് കഴിഞ്ഞാൽ ആ ഒരു കാര്യം കുറച്ചുകൂടി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് രണ്ട് പടങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ നമ്മൾ വരച്ച പടവും ഫോട്ടോ നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നാറില്ലേ? പക്ഷെ അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാറില്ല. പക്ഷേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയാം എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. ആ മിസ്റ്റേക്കൊക്കെ കണ്ടുപിടിക്കാനും തിരുത്താനും ഇങ്ങനെയുള്ള പാറ്റേൺസ് വരച്ച് പ്രാക്ടീസ് നമുക്ക് കഴിയും. ഇനിയും ഇതുപോലെ ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. നമുക്ക് നെറ്റ് പോലെ ചെയ്യാം. പിന്നുള്ളത് ഒരു ഫ്രീ ഹാൻഡായിട്ട് നിങ്ങളൊരു ഷേപ്പ് വരയ്ക്കുക. എത്രയും വലുതാകുന്നോ അത്രയും നല്ലത്. അപ്പോൾ ഇതൊരു ലൂപ്പായിരിക്കും, ഒരു കണ്ടിന്യൂസ് ഷേപ്പാണത്. അതിൻ്റെ മുകളിലൂടെ വീണ്ടും മാക്സിമം തെറ്റിക്കാതെ അതിൻ്റെ മുകളിലൂടെ അടുത്ത ലൈൻ വരയ്ക്കുക. ശരിക്കും നമ്മൾ ട്രേസ് എടുക്കണ പോലെ തന്നെ അതിൻ്റെ മുകളിലൂടെ തന്നെ ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഒരു ലൂപ്പ് കംപ്ലീറ്റ് ആയി. അടുത്ത ലൂപ്പും അതിൻ്റെ മുകളിലൂടെ തന്നെ തെറ്റാതെ കൊണ്ടുവരിക. അങ്ങനെ മാക്സിമം തെറ്റാതെ എത്രത്തോളം സ്പീഡിൽ വരയ്ക്കാൻ പറ്റുന്നു അത്രത്തോളം സ്പീഡിൽ ഈ ഒരു ലൂപ്പ് നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഹാൻഡ് ഐ കോർഡിനേഷൻ കുറച്ചുകൂടി നന്നായിട്ട് ഈ ചിത്രത്തിൽ വരുന്നതായിരിക്കും.
നിങ്ങൾ കുറച്ച് നേരം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിവേഴ്സ് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സുകൾ നമ്മുടെ ആർട്ടിലുണ്ട്. നമ്മളൊരു പടം വരയ്ക്കുന്നത് മാത്രമല്ല പ്രാക്ടീസ് ചെയ്യുന്ന പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ ഇപ്പോൾ ഇതൊരു എക്സസൈസ് പോലെയാണ്. നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ വാമപ്പ് ചെയ്യില്ലേ, നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാനായിട്ട്, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട്, ആ ഒരു വാമപ്പായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഇത് അധികം യൂട്യൂബ് ചാനൽസൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ട് ഞാൻ ഇത് തീർച്ചയായിട്ടും ഈ വീക്ക് തന്നെ പറഞ്ഞു തരണമെന്ന് വിചാരിച്ചിട്ട് ഈ വീക്ക് തന്നെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് ഓപ്പണായിട്ട് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അധികം ആരുടെ പറയാത്തൊരു കാര്യമാണ്. ഞാൻ ഒരു 10ാം ക്ലാസ് വരെ ഒരുവിധം കോമ്പറ്റീഷനിലൊക്കെ പ്രൈസ് വാങ്ങായിരുന്നു. പക്ഷേ 10 കഴിഞ്ഞ് +1 +2 ആയപ്പോൾ ഞാൻ എൻ്റെ വരയ്ക്കുന്നതിൻ്റെ അളവ് കുറച്ചു. അത് നമുക്ക് കുറച്ച് അഹങ്കാരമൊക്കെ പിടിക്കും. ഒരുപാട് പ്രൈസൊക്കെ കിട്ടി കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ എപ്പോഴൊന്നും വരയ്ക്കില്ല. നമുക്ക് മൂഡ് വരാൻ വേണ്ടി കാത്തിരിക്കും. മൂഡ് വരുമ്പോൾ മാത്രമേ വരയ്ക്കുള്ളൂ. അതുപോലെ തന്നെ ആരെങ്കിലും ചോദിച്ചാൽ വരച്ചു കൊടുക്കാറില്ല. നമുക്ക് ഒക്കേഷനലി അത്രയും നല്ല മൂഡ് വരണം. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഫീൽ വന്നാൽ മാത്രമേ നമ്മൾ വരയ്ക്കാനിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വരയ്ക്കുന്നതിൻ്റെ അളവ് കുറച്ചു. പക്ഷേ +1 +2 സമയത്തൊക്കെ കോമ്പറ്റീഷൻ പോയി തുടങ്ങിയപ്പോൾ ഈ പ്രൈസ് കിട്ടുന്നത് 2nd 3rd ആ ഒരു ലെവലിലേക്ക് ആയി തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തോ എവിടെയോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പ്രാക്ടീസ് കുറഞ്ഞു പോയി. അപ്പോഴാണ് എനിക്ക് പ്രാക്ടീസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് കോളേജിലൊക്കെ പോയ സമയത്ത് ഞാൻ സ്ഥിരം വരയ്ക്കായിരുന്നു. അപ്പോൾ എൻ്റെ നഷ്ടപ്പെട്ട ആ ഒരു കാലഘട്ടം, ആ ഒരു കഴിവ് വീണ്ടെടുക്കാനായിട്ട് ഒരുപാട് വർഷം എനിക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ കാര്യത്തിൽ, ആർട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കാനായിട്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പ്രാക്ടീസ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട എല്ലാവരും തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കണം. വെറുതെ കുറച്ച് ടിപ്സ് കാണിക്കുക, ടെക്നിക്സ് കാണിക്കുക, അതിൽ കുറച്ച് വ്യൂസ് കൂടാ, അതിൽ കുറേ സബ്സ്ക്രൈബേഴ്സ് കൂടാ എന്നൊരു ഉദ്ദേശം നമ്മുടെ ചാനലിലില്ല. ഈ ചാനലിലെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ ചിത്രം വരയ്ക്കാൻ പറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനേക്കാളും മുമ്പ് വരച്ചിരുന്നേക്കാളും നല്ല രീതിയിൽ കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കണം. ആ ഒരു ഗ്രോത്ത് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ അത്രയും സ്പെഷ്യലായിട്ട്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും എല്ലാവരും പ്രാക്ടീസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.